ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു അൺബോക്സിങ് റിവ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത്. നേരത്തെ അൺബോക്സിംഗ് ആണ്, എന്തായാലും ഈ വീഡിയോ നമ്മൾ റിവ്യൂ ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത് ബ്രദറിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള കളർ പ്രിൻ്ററാണ് ഇരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബോക്സ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എടുത്തായിരുന്നു. ഞാൻ ഒരു ഷോർട്സ് വ്ളോഗോ അങ്ങനെ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയാൻ DCP-T226 എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ബ്രദറിന്റെ കമ്പനിയാണ്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കളർ പ്രിന്റും എടുക്കാം, അതോടൊപ്പം തന്നെ അല്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. ഇതിൽ ആദ്യം കിട്ടുമ്പോൾ നമുക്ക് 3 കുപ്പി മഷി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന മഷിയാണ്. മഷി എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം നേരത്തെ ഫില്ല് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പ്രിന്റിങ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് സ്കാനിങ് ചെയ്യാം, എല്ലാ പരിപാടിയും ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രിൻ്ററിൻ്റെ ഓവർ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് പറ്റും, പ്രിൻ്റ് ചെയ്യാനായിട്ട് പറ്റും, കോപ്പി ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ വൈറ്റും ബ്ലാക്ക് കളറാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ബിഗ് ബില്യൺ സെയിലിന് ഓഫർ വന്നുകൊണ്ട് എടുത്തതാണ് കേട്ടോ. മൊബൈൽ വൈഫൈ വെച്ച് കണക്ട് ചെയ്യണ പ്രിൻ്ററും ഉണ്ട്, അല്ലാതെ USB വെച്ച് കണക്ട് ചെയ്യണതും ഉണ്ട് കേട്ടോ. ഇത് സാധാ പ്രിൻ്ററാണ്, USB വെച്ച് കണക്ട് ചെയ്യേണ്ടതാണ്. ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. നമുക്കിവിടെ ചെറിയ ID കാർഡ് പ്രിന്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ സ്ക്രീനിൽ വയ്ക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇങ്ക് കാര്യങ്ങളൊക്കെ നിറയ്ക്കുന്നത് ഈ ഒരു ഫിനിഷ് വരുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഇപ്പം ഇങ്ക് ഫുള്ള് നിറച്ചിരിക്കുകയാണ്. നമുക്ക് ആ മഞ്ഞയും അതൊക്കെ ഊരിയതിന് ശേഷം നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യാം. ഈ ബ്രദറിൻ്റെ കമ്പനിയുള്ള ഇങ്ക് മാത്രമേ ഇതിൽ ഉപയോഗിക്കാറുള്ളൂ, അല്ലാതെ വേറെ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ക് തീർന്നതനുസരിച്ച് നമുക്ക് ഇതിൽ അറിയാനായിട്ട് പറ്റും. പിന്നെ ഇത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു റാക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് വയ്ക്കുക, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട് പേപ്പർ. അതുകൊണ്ട് ഇത് തട്ടി ഇവിടെ നിൽക്കും. അത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ അതിന്റെ താഴെ തന്നെ ഒരു ചെറിയൊരു പിടി പോലെയുള്ള സംഭവം വരുന്നുണ്ട്. അത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് പേപ്പറൊക്കെ റീഫിൽ ചെയ്യാനും ഫില്ല് ചെയ്യാനായിട്ട് ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇപ്പം പേപ്പർ ഇരിക്കുന്നതാണ്. നമുക്കിത് സൈസ് അനുസരിച്ച് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം A4 സൈസിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ലീഗൽ പേപ്പർ വയ്ക്കുന്നുണ്ടെങ്കിലും നമുക്കത് സൈസ് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നൈസായിട്ട് കയറ്റി കൊടുത്താൽ മതി, അല്ലാതെ ഓവർ പ്രസ് ഒന്നും ചെയ്യേണ്ട. നൈസായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് അകത്ത് കയറിപ്പോയി ഫിക്സ് ആയിട്ട് അങ്ങ് ഇരുന്നോളും. ഇവിടെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കളർ പ്രിന്റ് വേണോ അല്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റർ വേണോ എന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രിന്ററിൽ വെക്കാം, അല്ലെങ്കിൽ ഇളക്കി വേറെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാം. ഇതേപോലുള്ള 2 വയറാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഒന്ന് നമുക്ക് പവറിന്റെയും ഒന്ന് നമുക്ക് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. ലാപ്ടോപ്പിലോ വേറെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാം. ഇത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതാണ് നമ്മുടെ കറണ്ടിൽ കൊടുക്കേണ്ട പവർ വരുന്നത്. ഈ പവർ വരുന്ന സ്ഥലം ഇതിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയൊരു ഹോള് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അവിടെ അത് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. ഫൈനലി ഇതേപോലെ ആയിരിക്കും കാണാനായിട്ട് പറ്റും. നമുക്കത് വീണ്ടും കളക്ട് ചെയ്യാൻ വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അല്ലാതെ നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യണ ജാക്ക് സെറ്റ് ചെയ്യണത് ഇവിടെയാണ്. അപ്പോൾ ഇതിവിടെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ പിന്ന് നമുക്ക് അവിടെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ സെറ്റ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ഒരു ചെറിയൊരു വിടവ് അവിടെ കാണാൻ പറ്റും, അതുവഴി വയർ വെളിയിലെടുത്താൽ മതി. അങ്ങനെ നമ്മൾ അവിടെ ഫുള്ള് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ക് ഫില്ല് ചെയ്തതിന് ശേഷം ആദ്യത്തെ പ്രിന്റ് എടുക്കുമ്പം ഇതേപോലെ ആയിരിക്കും വരിക. പ്രസ് ചെയ്ത് വെച്ചാൽ മതി നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ ഇതേപോലെ ഒരു പേപ്പർ ഫോം ചെയ്ത് വന്നിരുന്നതായിരിക്കും. അല്ലാതെ ഞാൻ ഇപ്പോൾ ഒരു പ്രിന്റ് എടുത്ത് കാണിച്ചു തരാവേ. ഇത് എൻ്റെ ലൈസൻസ് ആണ്. ഇത് വെച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു പ്രിന്റ് എടുക്കാനായിട്ട് പോവുകയാണ്. 2 സൈഡ് ഡബിൾ സൈഡാണ് എടുക്കാനായിട്ട് പോകുന്നത്. ഒരു സൈഡ് വെച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒരു വൈറ്റ് ഫസ്റ്റ് വരുന്ന വൈറ്റ് സ്വിച്ചിലോട്ട് പിടിക്കുകയാണ്. ഈ ഷോർട്ട് കട്ട് എന്ന് എഴുതിയിട്ടുള്ള സ്ഥലത്തിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു സ്വിച്ച് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഷെയ്ക്കും നല്ലൊരു സൗണ്ടും ഉണ്ടാവും. അതിനുശേഷം വീണ്ടും അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വെച്ച് കൊടുക്കണം, ദോശ കമത്തി വെച്ചിരിക്കുന്നത് പോലെ തന്നെ. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴും വീണ്ടും ഒരു ശബ്ദം കേൾക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഈ പ്രിന്റർ ചെറുതായിട്ട് കുലുങ്ങുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ പ്രിന്റ് ചെയ്ത പേപ്പർ താഴെ കൂടെ വരും. അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രിന്റ് ചെയ്ത സാധനം എന്താ അവിടെ ചെറുതായിട്ട് പ്രിന്റിങ് നടന്നതാ
ഇങ്ങനെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ലൈസൻസ് എടുത്തത് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ A4 സൈസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യണമെങ്കിലും ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ വൈറ്റ് വരുന്നത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ചെയ്യുന്നതാണ്. അതിന്റെ താഴെ വരുന്ന പച്ചയാണെങ്കിൽ കളർ പ്രിന്റ് ആണ് കേട്ടോ. അല്ലാതെ ഞാൻ ഒരു അടിപൊളി കളർ പ്രിന്റ് എടുത്തായിരുന്നു. ഇതാണ് കേട്ടോ, നമ്മളൊരു ബ്ലോഗ് ചെയ്യുന്നതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സ്ഥലത്തൊക്കെ പോയി. എൻ്റെ അവിടെ നിന്ന് ഞാൻ ഒരു ചെറിയൊരു ഫോട്ടോ എടുത്തായിരുന്നു. അത് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സംഭവം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് പ്രിന്റ് ആയി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, കൊള്ളാം. നമ്മളിത് വാങ്ങുമ്പോഴായിട്ട് ടോട്ടല് 4 ഇങ്കാണ് വരുന്നത്. ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് 7500 പേജ് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ കളർ പ്രിന്റ് ആണെങ്കിൽ 5000 പേപ്പർ പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. ബൾക്കായിട്ട് പേപ്പർ വെക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് പേപ്പർ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് ചെയ്തെടുത്താൽ നമുക്ക് അവിടെ ഒരു സിംഗിൾ പേപ്പർ വെക്കാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് താഴെയായിട്ട് ഒരു ചെറിയൊരു റാക്ക് വരുന്നുണ്ട്. അതിലാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും കുരുങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് ഇതുവഴി നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുള്ള പ്രിന്റർ ആണ്. അതോടൊപ്പം തന്നെ ഈ റാക്ക് തിരിച്ചടച്ചു വെച്ചാൽ അടിപൊളിയായിട്ട് അവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. അപ്പോൾ ഞാൻ ഇത് വാങ്ങിയ പ്രൈസ് എന്ന് പറയുന്നത് 8500 രൂപയ്ക്കുള്ളതാണ് കേട്ടോ. 11000, 12000, 13000 രൂപയ്ക്കൊക്കെ ഇതിന്റെ വൈഫൈ വരുന്നതുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതോടൊപ്പം തന്നെ അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഇത് പെയ്ഡ് പ്രൊമോഷനെ അല്ലാതെ എൻ്റെ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. സോ ഇനി അടുത്തൊരു കിടിലം വീഡിയോ ഇടുന്നവരെ ഗുഡ് ബൈ.